ശ്രീനാരായണ പരമഗുരവേ നമഃ. യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജലജാം സകലനാശകാൻ ധാത്രേ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സദാശിവ ദർശനത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എങ്ങനെയാണ് ഒരാൾ ഉണർന്നു വരേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്തു. ഈ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ സംസാര സാഗരത്തിൽ നിന്ന് അക്കരെ കയറി നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ, അതാണ് ഗുരു പറയാനായിട്ട് ശ്രമിക്കുന്നു. അരം തിളച്ചു പൊമ്മുമാടലാഴി നീന്തിയേറിയ അക്കരെ കടന്നു കണ്ട പോതൊഴിഞ്ഞൊഴിഞ്ഞു നിന്നണി ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ടു കണ്ടിരുന്നു മുന്നിടുന്നതെന്മുടിക്കു ചൂടുമീശനെ. ഈശനെ അല്ലയോ ഈശ്വര, അരം വളരെ ശക്തമായിട്ട് തിളച്ചു പൊങ്ങും. ഇവിടെ തിളച്ച് മറിഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആടലാഴി, അതായത് സംസാര കടലാണ്. നീന്തി ഏറി ആ സംസാര കടല് നീന്തി കയറി അക്കരെ കടന്നു. അക്കരെ ചെന്ന് കണ്ടപ്പോൾ ശരിയായ രീതിയിൽ നോക്കിയപ്പോൾ എന്താണ്? അഴിഞ്ഞൊഴിഞ്ഞ് നിന്നാണ്. അപ്പോ അവിടെ ഞാൻ കണ്ടത് എന്താണ്? എല്ലാ ബന്ധങ്ങളും അറ്റ് നിൽക്കുന്ന നിന്നെയാണ്. കാരണം അവിടെ ഒരു ബന്ധങ്ങളുമില്ലാതെ ഒന്നിലും പെടാതെ നിൽക്കുന്ന നിന്നെയാണ്. ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്നു. എല്ലാം സ്വാഭാവികമായി സഹജമായിട്ട് നിന്നിൽ നിന്നും പുറപ്പെട്ട് ചുറ്റുപാടും ചൊരിഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് പാൽ ചുരത്തുന്ന, ചുരന്ന് ചൂഴവും, ചുരക്കുക എന്ന് പറഞ്ഞാൽ പാൽ ചുരത്തുന്ന സ്വാഭാവികമായിട്ട് ആ പാല് ഒരു കുഞ്ഞിന് കൊടുക്കുവാൻ വേണ്ടി ആ അമ്മ തയ്യാറാകുന്ന അമൃതം. ഇവിടെ എന്താണത്? നിന്നിൽ നിന്നാണ് ഇത് ചുരന്നു വരുന്നത്. എന്താണ് ചുരന്നു വരുന്നത്? സൂക്തി കണ്ട് ഈ ജ്ഞാനത്തിൻ്റെ ആ സൂക്തി, ജ്ഞാനവചസ്സുകളാണ് ഇവിടെ ചുരന്നു വരുന്നത്. അത് എന്താണ്? ഇരന്ന് നിന്നിരുന്നു. അതിനെയാണ് ഞാൻ ഇരന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത്. എന്നിട്ടോ ഇതിൽ മുടിക്ക് ചൂടും. ആ അറിവിനെ, ആ പൊരുളിനെ, ആ ജ്ഞാനത്തിനെ എന്തു ചെയ്യും? എൻ്റെ അലങ്കാരമായിട്ട് എൻ്റെ ശിരസിൽ ഞാൻ ചൂടും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജിജ്ഞാസു
സാക്ഷാത്കാരം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ. ഇനി അഥവാ നമുക്ക് ഒരു ഭക്തൻ്റെ തലത്തിലെടുത്താൽ പോലും ആ ഭക്തൻ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കേണ്ടത് എന്താണ് എന്നാണ് ഈ പറയുന്നത്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വഴികൾ രണ്ടാണെങ്കിലും അത് എത്തി നിൽക്കുന്നത് ഒന്നിൽ തന്നെയാണ്. ഭക്തി ആത്മാനുസന്ധാനം, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഈ മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതെല്ലാം കൂടി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു സാധകനെ? ആ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്കാണ്. ജ്ഞാനാമൃതം. അതുകൊണ്ട് ഭക്തിയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കും ഇതുപോലെ ചിന്തിച്ച് മുന്നോട്ട് പോയി അവരെത്തിപ്പെടേണ്ട ആത്യന്തികമായിട്ടുള്ള തലം. പക്ഷേ 99% ആ രീതിയിലല്ല ഭക്തന്മാർ ഉപാസന ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചെറിയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ ഉപാസന ചെയ്യുന്നവർ. ഇന്നത്തെ നമ്മളുടെ പൂജ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഉപാസന നടത്തുന്നവർ, പൂജ നടത്തുന്നവരെല്ലാം ഒരു ജോലിയായിട്ട് ആണ് അതിനെ കാണുന്നത്. ഉപാസന നടത്തുന്നവർ വളരെ അതിൻ്റെ റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി ഉപാസന നടത്തുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ അതിവർത്തിക്കാൻ വേണ്ടി ഉപാസന ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ തൻ്റെ സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി ദേവതയെ ഉപാസന ചെയ്യുന്നവരുണ്ടാവാം. ഇത് കൂടാതെ ഇവിടെ നിന്ന് പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ വേറൊരു ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് ആ ദേവതാലോകത്ത് ചെന്ന് സുഖമായിട്ട് കഴിയുവാൻ വേണ്ടി ഉപാസന ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ പല രീതിയിലാണ് ഉപാസന ചെയ്യുന്നത്. പക്ഷേ ജ്ഞാനത്തിന് വേണ്ടി ഉപാസന നടത്തുന്നവർ വളരെ കുറവാണ്. അപ്പോൾ രാമകൃഷ്ണദേവനൊക്കെ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് തോതാപുരി അവിടെ ചോദിക്കുന്നത്. തോതാപുരി പറയുന്നു, ഈ കാളി എന്നുള്ള രൂപത്തെ ആ ഒരു ഉപാസന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രൂപത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിച്ച് നീ അപ്പുറത്തേക്ക് പോകണം. അതായത് ഈ നാമരൂപത്തെയും അതിവർത്തിച്ചുകൊണ്ട് നമ്മൾ പോകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ആ പോക്ക് ഒരുപക്ഷെ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു ഉപാസനയിലൂടെ നമ്മൾ ആ തലത്തിലേക്ക് എത്തും. മറ്റൊന്ന്, ജ്ഞാനമാർഗത്തിൽ പോകുമ്പോൾ അവിടെ നേതി ഇതല്ല എന്നുള്ള ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി പൊരുളൊടുക്കിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ദൈവദശകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു സമന്വയം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ രണ്ടും തരംതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യം. എന്തായാലും ഇവിടെ ഗുരു ഈ സത്തായിട്ടുള്ള ദർശനത്തെ എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാം, ആ ദർശനം നമുക്ക് എങ്ങനെയാണ് സാധ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അലയോ ഈശ്വര എന്ന് പറയുന്നത് ഈ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും അകവും പുറവും തിങ്ങും
മഹിമ വാർന്ന നിൻ പദം ദൈവദൂഷകൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ ആണ് സംബോധന ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പരം വളരെ ശക്തമായിട്ട് തിളച്ചു പൊങ്ങുന്ന, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ തിളച്ചു പൊങ്ങുന്നത് ഈ സംസാര ദുഃഖമാണ്, ഭവാബ്ദി. ഈ സംസാര ദുഃഖം അത് ചിന്തിക്കുന്നവർ മാത്രമാണ് അതിൽ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത് വളരെ ശക്തമായിട്ടാണ്. അപ്പൊ അത് വെളിയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ഈ സംസാരം എന്ന് പറയുമ്പോൾ, ഈ ലോക ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പുറത്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും പല പ്രാവശ്യവും നമ്മൾ എടുത്തു പറയുന്ന ഒന്നാണ് കാമവും ക്രോധവും ലോഭവും മോഹവും മതം മാത്സര്യം. ഇതൊക്കെ ആണ് ഈ സംസാര ദുഃഖത്തിന് കാരണമായിട്ട് ഇരിക്കുന്നത്. അതിന് നമ്മൾ ശത്രുക്കളെന്നും പറയും. അതുകൊണ്ട് ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളൊടുക്കേണ്ടത് ഇതിനെയാണ്. അപ്പോൾ ഈ തിളച്ചു പൊങ്ങുന്ന ആടലാഴി, ഈ ദുഃഖമയമായിട്ടുള്ള ഈ സംസാര കടൽ, അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഇതിനെ നീന്തി അക്കരെ കടക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംസാര സാഗരത്തെ താണ്ടണമെങ്കിൽ അതൊരു നമ്മൾ ആ വഴിയിലൂടെ അല്ലെങ്കിൽ അതിനകത്തേക്കൊന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഗഹനത മനസ്സിലാവുകയുള്ളൂ. പലരും അങ്ങനെ ഇറങ്ങുന്നില്ല. അപ്പോൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ആത്മോപദേശ ശതകവും ഗീതയും ഉപനിഷത്തും ഒക്കെ പഠിക്കുന്നവരാണെന്ന് പറയുമ്പോഴും ഈ ഗൗരവത്തോടുകൂടി അതിനകത്തേക്ക് ഇറങ്ങണ്ടേ? ആരും ഇറങ്ങുന്നില്ല. ഈ നമ്മൾ നീന്തൽ തിയറി പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് തിയറി പഠിക്കുന്ന പോലെയാണ്. വണ്ടി നമ്മൾ ഓടിക്കണമെങ്കിൽ അതിന് ഓടിക്കാൻ പഠിക്കണം. റോഡിലിറങ്ങി നമുക്ക് ഓടിക്കാൻ പറ്റുമോ? തിരക്ക് പിടിച്ച റോഡുകളിൽ യാതൊരു ശ്രദ്ധക്കുറവുമില്ലാതെ നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഏകാഗ്രതയും ഒക്കെ എത്രമാത്രം അതിന് ആവശ്യമുണ്ട്. അതുപോലെ ജലത്തിൽ നീന്തൽ പഠിക്കുമ്പോൾ ആ ജലത്തിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. തിയറി മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് നീന്താൻ പറ്റുക? ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഈ യാത്രയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധ്യാത്മികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവധൂതനായിട്ട് സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അതെല്ലാവരും അങ്ങനെ ഇറങ്ങി പുറപ്പെടാറില്ല. അങ്ങനെ കുറച്ച് പേര് ഈ ഗുരുതാകൃതികളായാലും ഗീതയായാലും ഉപനിഷത്തായാലും പഠിച്ചതിന് ശേഷം അവർ 10 പൈസ കയ്യിലില്ലാതെ ഇറങ്ങി പുറപ്പെടാറ്. അപ്പോൾ ഇങ്ങനെ പോകാത്തവർ, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാത്തവർ ചോദിക്കാറുണ്ട്, ദൈവം അവിടെ വല്ലയിടത്തോളം ഇരിക്കുന്നു? ദൈവം എല്ലാവരിലും ഇല്ലേ? ശരിയാണ്, ദൈവം എല്ലാ സ്ഥലത്തും ഒക്കെ ഉണ്ട്. തിയററ്റിക്കലായിട്ടത് കറക്റ്റാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? അതറിയണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയേ പറ്റും. അപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു ചെറിയ കാര്യത്തെ പോലും നേരിടാനുള്ള ഒരു ബലം കാണാറില്ല.
ഒരിക്കൽ ഗംഗോത്രിയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു അറിയപ്പെടുന്ന ഒരു ആശ്രമത്തിൽ നിന്ന് ഒരു സ്വാമിജി അവിടെ വരികയാണ്. അവരൊക്കെ ലോകത്തറിയപ്പെടുന്ന ആശ്രമമാണ്, വലിയ പണമുള്ള ആശ്രമമാണ്, അതിൻ്റെ ഒരു അംഗമാണ്. അപ്പോൾ അങ്ങനെ ഈ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം അവിടെ വന്നതാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആശ്രമങ്ങളുടെ, പ്രത്യേകിച്ച് പേരുള്ള ആശ്രമങ്ങളുടെ സന്യാസിമാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ പരിചാരകരുണ്ടാവും. അത് നമ്മൾ മിക്കവാറും പല ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏത് മതത്തിൻ്റെയും ഏത് ആധ്യാത്മികമായിട്ടുള്ള അറിയപ്പെടുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഇവരെ നോക്കാനും പരിചരിക്കാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷേ ഹിമാലയം പോലുള്ള വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ കുറവുള്ള സങ്കേതത്തിലൊക്കെ വരുമ്പോൾ മറ്റു പരിചാരകർക്ക് യാതൊരു സ്ഥാനവുമില്ല. തന്നെയല്ല, അവിടെ വരുന്നത് തപസ്സിൻ്റെ മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാറ്റി ഉരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ തണുപ്പ് സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ സംസാര സമുദ്രം താണ്ടി അക്കരെ പോകണമെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഈ ഫീൽഡിലെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയവരുടെ കാര്യം. അപ്പം ഇതുപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ. നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഇരിക്കുമ്പോൾ എല്ലാവർക്കും വേദാന്തം പറയാൻ എളുപ്പം. പക്ഷെ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ടുള്ള അനുഭവം ഓർക്കുന്നത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാങ്കല്പികമായിട്ടുള്ള ഉദാഹരണം പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ സാധുക്കൾ താമസിക്കുന്നിടത്ത് ഇപ്പോഴൊക്കെ കുറച്ച് കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻകാലങ്ങളിൽ കറണ്ടൊന്നും ഇല്ലാത്ത സമയമാണ്. വെള്ളം തണുപ്പ് സമയത്ത് വെള്ളം ചൂടാക്കാതെ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സാധുക്കൾക്കും അവിടെ ഓരോരോ ചെറിയ ചെറിയ കുടിലുകളുണ്ട്, ചെറിയ കെട്ടിടങ്ങൾ, കുട്ടിയാന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന, അവിടെ സീനിയേഴ്സായിട്ട് താമസിക്കുന്ന സ്വാമിമാർക്കൊക്കെ മണ്ണെണ്ണ സ്റ്റൗവോ ഒക്കെ ഉണ്ട്. വെള്ളം ചൂടാക്കാനുള്ള സംവിധാനങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. പുതുതായിട്ട് വരുന്നവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യും? ഇവർ തന്നെ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം. ഒന്നുകിൽ വിറകൊക്കെ ശേഖരിക്കണം, അതല്ലെങ്കിൽ വെള്ളം എടുത്ത് വെയിലത്ത് വെക്കണം. സൂര്യൻ വരുമ്പോൾ കുറച്ച് താമസിക്കും. അപ്പോൾ ആ സൂര്യപ്രകാശം കൊണ്ട് വെള്ളത്തിൻ്റെ ആ തണുപ്പിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. അത്രമാത്രമേ ഉള്ളൂ, ചൂടാകത്തില്ല. അതിനുള്ള വെയിലൊന്നും ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അതുവരെ വെള്ളം ചൂടാക്കി കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അതുപോലെ എല്ലാത്തിനും ആളുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആരുമില്ല. അദ്ദേഹം പറയുകയായിരുന്നു എന്ത് ചെയ്യും. പക്ഷെ അദ്ദേഹമൊക്കെ നന്നായിട്ട് പ്രഭാഷണം നടത്താൻ കഴിവുള്ളവരാണ്, അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഈ അദ്വൈത വേദാന്തമൊക്കെ ഇങ്ങനെ ആർക്കും തിയറി പറഞ്ഞു കൊടുക്കാനൊക്കെ മിടുമിടുക്കനാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടും. പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സാധുക്കളും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ പറയുന്ന പോലെ സർവധർമാൻ പരിത്യജ്യ, എല്ലാം നീ
ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. ഞാനെന്ന് പറയുന്നത് ആ പരമ്പരമാണ്. നിന്റെ കാര്യങ്ങളൊക്കെ, യോഗക്ഷേമമൊക്കെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതൊരു തിയറിയായി പഠിച്ചു കഴിയുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടും, ചില സമയത്ത് ഭക്ഷണം കിട്ടില്ല. ചില സമയത്ത് നമുക്ക് മൈനസ് ടെമ്പറേച്ചറിലാണെങ്കിൽ വസ്ത്രം വേണ്ടത്ര ഉണ്ടാകില്ല. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ ഒക്കെ ഗീതയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ എന്താണ് ശരിക്കും തിളച്ച് പൊങ്ങുന്ന ആടലാഴിയാണ്. ഇതിനെല്ലാം നമുക്ക് നീന്തി കയറി പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. അപ്പം മനസ്സാണ് ഇവിടെ തയ്യാറാകേണ്ടത്. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുൻപിൽ വരുമ്പോൾ, പണമുള്ളപ്പോഴും പണമില്ലാത്തപ്പോഴും മറ്റു ഭൗതിക സുഖസൗകര്യങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മനസ്സിനെ ആ ഒരു നിലയിലേക്ക് നിർത്തുവാനായിട്ട് സമത്വം യോഗ ഉച്ചത്. സമത്വം അവിടെ എല്ലാത്തിലും നമുക്ക് ആ രീതിയിൽ മനസ്സിനെ നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. ബ്രഹ്മണി മനോനിത്യം സയോഗ ഇത് നിശ്ചിത എന്ന് ഗുരു പറയാറുണ്ട്. അപ്പം മനസ്സ് ഏത് സന്ദർഭത്തിലും ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്, തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയൊന്നും മറ്റ് വിചാരങ്ങൾക്ക് അടിമപ്പെടാതെ അതിനെ അതിൻ്റെ ലെവലിൽ നിർത്തിക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അപ്പം ഇവിടെയും ഒരു സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഈ ആടലാഴിയിൽ നീന്തി അക്കരെ കടക്കുക എന്ന് പറയുന്നത് വലിയൊരു തപസ്സാണ്. അതിനാണ് തപസ്സെന്ന് പറയുന്നത്. അപ്പം ചിലര് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. അങ്ങനെയാണ് ഈ യാത്രകളൊക്കെ അവധൂത യാത്ര. ഇപ്പൊ ഹിമാലയത്തിലേക്ക് ഇവിടെ നിന്നൊക്കെ പോകുന്നത് അങ്ങനെയാണ്. പലരും പൈസ കയ്യിൽ വെച്ചിട്ട് പോകുന്നുണ്ട്. എൻ്റെയൊക്കെ യാത്രകളിൽ പൈസ ഇല്ലാതെ ഉള്ള യാത്രയായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും സുഖദുഃഖങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. അവിടെയെല്ലാം കൃത്യമായിട്ട് ആ അദൃശ്യമായിട്ടുള്ള പരമ്പൊരുളിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സഹായം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഉൾബലം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ്. ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള പല പല അപകടങ്ങളും അതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് നേരിടാം. എന്താണ് നമ്മൾ ശരീരമല്ല അറിവാകുന്നു എന്ന് ഗുരു പറയുമ്പോൾ, അല്ലെങ്കിൽ ഉപനിഷത്ത് പറയുമ്പോൾ, തത്വമസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഉയർന്ന തലത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോന്നാണ്. അപ്പോൾ ഒരു സാധകൻ ഇങ്ങനെയൊക്കെ നീന്തി അക്കരെ കടന്ന് ചെന്ന് നോക്കിയപ്പോൾ ആണ് അറിയുന്നത് എന്ത്, ഈ ഒരു മാനസികാവസ്ഥയിൽ സാധന ചെയ്ത് അവൻ്റെ മനസ്സ് ആ ഒരു ബാലൻസിലേക്ക് വന്നപ്പോൾ കണ്ടബോധ, തമിഴാണ് കണ്ടബോധം എന്ന് പറയുന്നത്, അങ്ങനെ നോക്കിക്കണ്ടപ്പോൾ ആക്ച്വലി സാധനയുടെ ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ ധ്യാനത്തിൻ്റെ ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തലത്തിൽ നിന്ന് നോക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നീ അവിടെ ഇതിലൊന്നിലും പെടാതെ, അതായത് സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നവനാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ശരിക്കുമുള്ള ആ പരമ്പൊരുളിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഈ ബഹളങ്ങളൊക്കെ നടക്കുമ്പോഴും ആ ബഹളത്തിനെല്ലാം സാക്ഷിയായിട്ട് പത്മപത്രം വിവാംബസി, പത്മപത്രത്തിലെ ജലം പോലെ, ജലം അതിനൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇരിക്കുന്നതാണ്
നീ എന്ന് പറയുമ്പോൾ ആ ചൈതന്യം അത് തൻ്റെ സ്വരൂപമാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണ് ഇവിടെ ശരിക്കും നമുക്കുണ്ടാകുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് നിന്റെ സ്വരൂപം. എന്നിട്ടോ നീ അതിൽ നിന്ന് നിന്റെ ഈ ഭാവം, നിന്റെ സൂക്തി കണ്ട്, ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ട് ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു കുഞ്ഞിന് അമ്മ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയിൽ ഊറി വരുന്ന ആ പാൽ, അത് അമൃതാണ്. ഇവിടെയും അത് തന്നെയാണ്. ഈ ജ്ഞാന ഗംഗ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത് സൂക്തി. നമ്മുടെ പ്രധാനപ്പെട്ട മഹാവാക്യങ്ങൾ, 4 മഹാവാക്യങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, അറിയാം. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഇത് പ്രധാനപ്പെട്ട മഹാവാക്യങ്ങളാണ്, പ്രധാനപ്പെട്ട സൂക്തികളാണ്. ഭാരതത്തിൻ്റെ സനാതനമായിട്ടുള്ള സൂക്തമാണ്. അതൊരിക്കലും നാശമില്ലാത്തതാണ്. ശ്രീനാരായണ ഗുരുദേവനും ബ്രഹ്മോദയ പഞ്ചകത്തിൽ ഈ 4 മഹാവാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ആ കൃതി എഴുതിയിട്ടുള്ളത്. ഉപനിഷത്തിൻ്റെ സാരസർവസ്വമാണ്. ആ സൂക്തി എന്താണ്, എനിക്ക് അത് മതി, ഞാൻ അതിനു വേണ്ടിയാണ് നിന്റെ അടുത്ത് ഇരക്കുന്നത്. ഇരപ്പാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുബ്രഹ്മണ്യത്തിലൊക്കെ പറയുന്നു. ഞാൻ ഇതൊക്കെ ഇരന്ന് നടക്കുന്നത്, എനിക്ക് ഇരന്ന് തിന്നാൻ പറ്റും. സാധാരണ നമ്മൾ ഈ ഭിക്ഷക്കാരെയാണ് ഇരന്ന് തിന്നുന്നവനെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് എനിക്ക് വേണ്ടുന്നത്? ഞാൻ ഇരക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സൂക്തി എൻ്റെ തലയിൽ ചൂടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഭക്തന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പരമ്പൊരുളായിട്ട് നിൽക്കുന്ന മംഗളസ്വരൂപനായിട്ടുള്ള ആ ശിവഭഗവാനിൽ നിന്ന് എനിക്ക് വേണ്ടുന്നത് മറ്റൊന്നുമല്ല, ഈ ജ്ഞാനമാണ്. അത് എൻ്റെ ശിരസിൽ ചൂടണം എന്ന് പറയുമ്പോൾ എനിക്ക് അത് സാക്ഷാത്കരിക്കണമെന്നാണ്. അതായത് വെറുതെ ഒരു അലങ്കാരമായിട്ട് എന്തെങ്കിലും പൂ വെക്കണം പോലെയുള്ള സംഭവമല്ല. ഇവിടെ അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തെളിഞ്ഞെനിക്ക് കാണണം. അതൊരിക്കലും നശിച്ചു പോകാത്തതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ആയിരിക്കണം ഒരു ഭക്തന്റെ മുന്നോട്ടുള്ള ഗമനം. ജ്ഞാനിയാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം ഈ സൂക്തി അവനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രണവമുണർന്ന് വിറപ്പൊഴിഞ്ഞു വാഴുന്ന ആ ജീവൻ മുക്തനായ ഗുരു അവനോട് ഉപദേശിക്കും. ത്വം ഹി ബ്രഹ്മ നജേന്ദ്രിയാണി ന മനോബുദ്ധ്യം ന ചിത്തം വപു. നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ നീ തത്വമസി എന്ന് ഈ ഗുരു ആ ശിഷ്യനോട് ഉപദേശിക്കുക. അപ്പോൾ ഈ സംസാരം സമുദ്രം ഇത് അക്കരെ കടന്നവനോട് പറയുമ്പോൾ, കാരണം ഇതിനെല്ലാം നീന്തി അവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ പരമ്പൊരുൾ താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തത്വമസി അവിടെ ഉപദേശിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് എന്നിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം പിന്നെ ബ്രഹ്മം തന്നെയാണ്, എൻ്റെ തന്നെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാം സർവം വ്യാപിച്ചു നിൽക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, ആ ജ്ഞാനം, ആ അറിവ്, ഈ അയം ആത്മാ ബ്രഹ്മ. അപ്പൊ ഇങ്ങനെ ആ പ്രധാനപ്പെട്ട 4 സൂക്തികൾ
ആ സൂക്തികൾക്ക് കാതോർത്തുകൊണ്ടാണ് ഒരു ജിജ്ഞാസു മുമുക്ഷു ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്. കാരണം അതിനുവേണ്ടി ആയിരിക്കണം അവൻ ഇരക്കേണ്ടത്. ഒരു സാധനാചതുഷ്ടയ സമ്പന്നനായ ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ മുമുക്ഷു ജീവൻ മുക്തനായ ഒരു ഗുരുവിനെ കാണുമ്പോൾ മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല, അതിനുവേണ്ടിയല്ല അവൻ ഇരക്കേണ്ടത്, മറിച്ച് ഈ സൂക്തികൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഉത്തമനായ ഒരു ഭക്തൻ ആ പരമ്പൊരുളിനോട്, മംഗളസ്വരൂപനായിട്ടുള്ള ആ ഇഷ്ടദേവതയോട് ചോദിക്കേണ്ടതും അല്ലെങ്കിൽ ഇരക്കേണ്ടതും എന്തായിരിക്കണം? ഈ സൂക്തി തന്നെയായിരിക്കണം. അങ്ങനെ ആ സൂക്തിയെ ഹൃദയത്തിൽ ഏറ്റ് ഇതിനെ ശുദ്ധീകരിച്ച് അത് ശിരസിൽ ചൂടണം എന്ന് പറയുമ്പോൾ ആ ജ്ഞാന പ്രക്രിയ നടത്തണം ശരിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആരിനും എന്നുള്ള ദൈവദശകത്തിൽ ഗുരു സൂചിപ്പിച്ച ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ നീയല്ലാതെ വേറെ ആരുമില്ല, ആ പരമ്പൊരുൾ മാത്രമാണ്, മംഗളസ്വരൂപനായിട്ടുള്ള ആ പരമ്പൊരുൾ മാത്രമാണ് എന്നുള്ള ആ അവബോധത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഗുരു എത്രയോ ലളിതമായിട്ടും അതേസമയത്ത് ഗഹനമായിട്ടും ഒരാൾ ഈ സംസാര സമുദ്രത്തെ താണ്ടി അക്കരെ കടക്കുമ്പോൾ അവൻ കാണേണ്ടത് അല്ലെങ്കിൽ അവൻ എന്താണ് അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ അനുഭവിച്ചത് എന്ന് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ നമ്മളോട് പറയുക. ആ ഒരു 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 ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഈ സംസാരം, ഈ ദുഃഖമയമായിട്ടുള്ള ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് എളുപ്പമാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. ബാക്കി നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.